ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റീൻ്റെ ബേസിക് കാര്യങ്ങളാണ്. ഇലക്ട്രിസിറ്റി എന്നുള്ളതിൽ നിന്ന് എന്തൊക്കെയാണ് ബേസിക്കായിട്ട് അറിയാനുള്ളത്, ഒരു ഇലക്ട്രിക് കറണ്ട് എന്താണ്, അതായത് വൈദ്യുതി പ്രവാഹം എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് വോൾട്ടേജ് എന്താണ്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇലക്ട്രിസിറ്റീൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജുകളുടെ ഫ്ലോയാണ്, ചാർജുകളുടെ ഒഴുക്കിനെയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒഴുക്കിനെ ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് എന്നുള്ളതിന് പറയുമ്പോൾ തന്നെ കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒഴുക്ക് എന്നാണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നത് ഇതുപോലെ ചാർജുകളുടെ ഫ്ലോയാണ് അല്ലെങ്കിൽ ഒഴുക്ക് കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് തരം ചാർജുകളാണ്, എന്തെല്ലാം തരത്തിലാണ് ചാർജുകൾ ഉള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആകെ 2 തരത്തിലാണ് ചാർജസ് വരുന്നത്, നെഗറ്റീവും പോസിറ്റീവുമാണ് അവ. അതായത് ചാർജുകൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എല്ലാ വസ്തുക്കളിലും ഇരിക്കുന്നുണ്ടാവും. അതായത് ഈ 2 ചാർജുകളും എല്ലാ വസ്തുക്കളിലും ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് എത്രത്തോളം നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രത്തോളം പോസിറ്റീവ് ചാർജും ഏതൊരു വസ്തുവിലും ഉണ്ടായിരിക്കും. പക്ഷേ വൈദ്യുതി എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ ചലനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളുകളാണ്, അതായത് കണികകളാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജുള്ള കണികകൾ ഒഴുകണം എന്നുണ്ടെങ്കിൽ അവയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏതൊരു വസ്തുവിലും തുല്യമായിട്ടാണ് പോസിറ്റീവ് ചാർജുകളും നെഗറ്റീവ് ചാർജുകളും ഇരിക്കുന്നതെങ്കിലും നെഗറ്റീവ് ചാർജുകൾക്ക് അനങ്ങാനുള്ള, അതായത് മൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചലിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇലക്ട്രിക് കറണ്ട്, നമ്മൾ ഇന്ന് കാണുന്ന ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത് ചാർജുകളുടെ ഒഴുക്കായിട്ട് പറയുന്നത്. അപ്പോൾ ചാർജുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഒരു ചാലകം അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഇലക്ട്രോണുകൾ നിറഞ്ഞ് നിൽക്കുന്ന ഒരു വസ്തുവായിരിക്കും. അതായത് ഒരു വസ്തുവിൽ അനേകം ആറ്റങ്ങൾ ഉണ്ടായിരിക്കും, ഓരോ ആറ്റങ്ങൾക്കും ഇതുപോലെ അനേകം ഇലക്ട്രോണുകളും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാം കൂട്ടുന്ന സമയത്ത്, അതായത് മൊത്തം കണക്കെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ എമൗണ്ട് തന്നെ എന്തുണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒഴുകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് കൂടുതലുള്ള, അവയുടെ അളവ് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന്, അതായത് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ, അവരുടെ അളവ് കുറവുള്ള സ്ഥലത്തേക്കാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. പിന്നെ സാധാരണയായിട്ട് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത് പോസിറ്റീവ് ചാർജുകളുടെ ഒഴുക്ക് എന്നുള്ളതിൻ്റെ ഏത് ദിശയിലാണോ അതിൻ്റെ ദിശയിലാണ് ഇലക്ട്രിക് കറണ്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ കൺവെൻഷനലായിട്ട് പറയുന്നത്, അതായത് സാധാരണ രീതിയിൽ പറയുന്നത് പോസിറ്റീവ് ചാർജുകളുടെ ഒഴുക്കാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ദിശ. പോസിറ്റീവ് ചാർജുകൾ ഏത് ദിശയിൽ ഒഴുകുന്നോ, ഏത് ഡയറക്ഷനിൽ ഒഴുകുന്നോ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഇലക്ട്രിക് കറണ്ട് ഒഴുകുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഏതൊരു വസ്തുവിലും ഒഴുകുന്നത് ഇലക്ട്രോണുകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രോണുകൾ ഒഴുകുന്ന ദിശയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദിശയിലാണ് എപ്പോഴും ഇലക്ട്രിക് കറണ്ട് ഒഴുകുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വയറിനകത്ത് കാണിച്ചിരിക്കുന്ന, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വയറിനകത്ത് ഓരോ ഇലക്ട്രോൺ കണികകളും ഒഴുകുന്നത് വലതുവശത്തു നിന്ന് ഇടതുവശത്തേക്കാണ്. അപ്പോൾ വലതുവശത്തു നിന്ന് ഇടതുവശത്തേക്ക് ഒഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളുടെ അളവ് ഏറ്റവും കൂടുതൽ വലതുവശത്തും അത് കുറവ് അളവുള്ള ഇടതുവശത്തേക്ക് ഒഴുകി പോവുകയാണ്. അതായത് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലുള്ള സൈഡിൽ നിന്ന് കുറവുള്ള സ്ഥലത്തേക്കാണ് ഒഴുകുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇലക്ട്രോണിൻ്റെ ഒഴുകുന്ന ദിശയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇലക്ട്രിക് കറണ്ട് ഒഴുകുന്നത് ഏത് ദിശയിലായിരിക്കും? ഈ ഇലക്ട്രോണുകൾ ചലിച്ചു പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ഒഴുകി പോകുന്നതിൻ്റെ നേരെ എതിർ ദിശയിലായിരിക്കും. അതായത് ഇടത്ത് നിന്ന് വലതുവശത്തേക്കായിരിക്കും ഇലക്ട്രിക് കറണ്ട് ഒഴുകുന്നത്. ഇനി കൺവെൻഷനലായിട്ട് നമ്മൾ കൺവെൻഷനൽ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ചാർജുകളുടെ ഒഴുക്കായിട്ടാണ് ഇലക്ട്രോണുകളെ കറണ്ടിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണുകൾ വലത്ത് നിന്ന് ഇടത്തേക്ക് ചലിച്ചു എന്നുള്ളതിന് നമുക്ക് പോസിറ്റീവ് ചാർജുകൾ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് ചലിച്ചതായിട്ടും ഈ കണ്ടക്ടറിൽ കാണിക്കാം. ചിത്രത്തിൽ ക്ലിയർ ആയിട്ട് കാണിച്ചില്ല, പക്ഷേ
മനസ്സിലാക്കുക, ഇലക്ട്രോണുകൾ ചലിക്കുന്ന ദിശയുടെ എതിർ ദിശയിലായിരിക്കും എപ്പോഴും ഇലക്ട്രിക് കറണ്ട് വരുന്നത്. ഇനി ഇലക്ട്രിക് കറണ്ടിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടെന്ന് പറഞ്ഞു. ചാർജുകളെ നമ്മൾ രേഖപ്പെടുത്തുന്നത് കൂളംബ് എന്നുള്ള ഒരു യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ചാർജുകൾ എപ്പോഴും 1 കൂളംബ്, 2 കൂളംബ്, 3 കൂളംബ്, അതായത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യ രൂപത്തിൽ മാത്രമേ ചാർജുകൾ വരുന്നുള്ളൂ. അപ്പോൾ ആ ചാർജുകൾ ഇത്ര സമയത്തിനുള്ളിൽ ഒഴുകുന്നത്, അതിൻ്റെ ആ അനുപാതത്തെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ടായിട്ട് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് ചാർജ് ഫ്ലോ. റേറ്റ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഏതൊരു വസ്തുവിനെയും ഇത്ര സമയത്തിനുള്ളിൽ എന്നുള്ളതിനെ പറയുന്നതിൻ്റെ, ഇത്ര സമയത്തിനുള്ളിൽ ചലിച്ചു എന്ന് പറയുന്നതിനെയാണ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ നോക്കാം. I ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ I എന്നാണ് വിളിക്കുന്നത്. I Q/T എന്നാണ് വിളിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, എത്രത്തോളം ചാർജുകളുണ്ടോ അത് എത്ര സമയം കൊണ്ടാണ് ഒഴുകുന്നത്, ഈ രണ്ട് അളവുകളുടെ അനുപാതത്തെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ടായിട്ട് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് I Q/T. Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ്. എത്ര ചാർജുകളാണ് ഒഴുകുന്നത്, അത് എത്ര സമയം എടുത്താണ് ഒഴുകുന്നത് എന്നുള്ളതാണ് ടൈം ടേക്കൺ ആയിട്ടുള്ള T എന്നുള്ളത് വരുന്നത്. ഇനി ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത് ആംബിയർ എന്നാണ്. നമ്മൾ ഓരോ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ അവരുടെ റേറ്റിംഗ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ശ്രദ്ധിച്ചാൽ കാണാം 5 ആംബിയർ, 16 ആംബിയർ, അതായത് 5A 16A എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണ്, 5 ആംബിയർ, 16 ആംബിയർ എന്നൊക്കെയാണ്. അപ്പോൾ എത്രത്തോളം എണ്ണം ചാർജുകൾ ഒഴുകുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഈ ആംബിയർ കണക്ക് പറയുന്നത്. അപ്പോൾ ഒരു ആംബിയർ എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 6.25 × 10⁻18, അതായത് 6.25 × 10⁻18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.25 ഇൻറ്റു പിന്നെ 18 പൂജ്യമുള്ള ഒരു സംഖ്യയാണ് വരുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെ കൂട്ടത്തെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത്രയും ഇലക്ട്രോണുകൾ ഒരു സെക്കൻഡിൽ ഒഴുകുമ്പോഴാണ് നമുക്ക് 1 ആംബിയർ കറണ്ട് എന്നുള്ളത് വിവരിക്കുന്നത്. ഇനി കറണ്ടിൻ്റെ യൂണിറ്റുകൾ നമ്മൾ ആംബിയർ ആണ് പറയുന്നതെങ്കിലും നമ്മൾ ഇതിനെ മില്ലി ആംബിയർ എന്നും കിലോ ആംബിയർ എന്നും മൈക്രോ ആംബിയർ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അതിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് മില്ലി ആംബിയർ എന്നൊക്കെ പറയുന്നത്. ആംബിയർ ആണ് ബേസിക് ഉള്ള യൂണിറ്റ്. കിലോ ആംബിയർ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കറണ്ടുകളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ്. മില്ലി ആംബിയർ എന്ന് പറഞ്ഞാലും മൈക്രോ ആംബിയർ എന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ വാല്യൂകളെ അടയാളപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളത് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഊർജ്ജമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലാണ് എപ്പോഴും ചാർജുകൾ ഫ്ലോ ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഇലക്ട്രോണുകളുടെ ഹയർ പൊട്ടൻഷ്യലുള്ള ഒരു ഭാഗത്തെ നമുക്ക് ഒരു നെഗറ്റീവ് സ്വഭാവം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജിൻ്റെ ഗ്രൂപ്പ് ആയതുകൊണ്ട് അവിടെ ഒരു നെഗറ്റീവ് സിമ്പലും, അതുപോലെ തന്നെ ഇലക്ട്രോണുകളുടെ അളവ് കുറവുള്ളത് കൊണ്ട് അവിടെ പോസിറ്റീവ് ആണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട്, അവിടെ പോസിറ്റീവ് ചാർജ് കൂടുതലാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ ഒരു പോസിറ്റീവ് സിമ്പലും കൊടുക്കാം. അപ്പോൾ ഒരു ചാലകം, ഒരു കണ്ടക്ടറിൽ നമ്മൾ ഇതുപോലെ ഒരു പൊട്ടൻഷ്യൽ കൊടുക്കുകയാണെങ്കിൽ, പൊട്ടൻഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണുകളെ ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശക്തിയാണ്, അതായത് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണുകൾക്ക് നൽകുന്ന ഊർജ്ജത്തെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഊർജ്ജം ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണുകൾ കൂടുതൽ എണ്ണമുള്ള സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ കൂടുതൽ പൊട്ടൻഷ്യലുള്ള സ്ഥലത്ത് നിന്ന് കുറവ് പൊട്ടൻഷ്യലുള്ള സ്ഥലത്തേക്ക് ഒഴുകുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിലും അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണുകളാണ്, മൈനസ് ചാർജ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് ഇലക്ട്രോണുകളാണ്. അപ്പോൾ ആ കണ്ടക്ടറിനകത്ത് കോപ്പർ വയറിനകത്ത് ഒരുപാട് ഇലക്ട്രോൺ കണികകൾ നിൽക്കുന്നുണ്ട്. ഓരോ ആറ്റത്തിനകത്തും ഓരോ ഇലക്ട്രോൺ കണികകൾ ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രോൺ കണികകൾ എന്ന് പറഞ്ഞാൽ അവർ ഫ്രീ ഇലക്ട്രോണുകളാണ്. ഫ്രീ ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞാൽ ആറ്റത്തിൽ എപ്പോഴും ഇലക്ട്രോണുകൾ
ബന്ധിച്ച് നിർത്തിയിരിക്കുകയായിരിക്കും. പക്ഷേ ചില കാരണത്താൽ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, പുറത്ത് ചാടിയിട്ടുണ്ടാവും. അതായത് ഫ്രീ ആയിട്ട് നടക്കുന്ന ഇലക്ട്രോണുകൾ. അപ്പോൾ അവരെയാണ് ഈ കറണ്ട് ഫ്ലോയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്ന സമയത്ത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ ഒരു ഊർജ്ജം കൊടുക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോണുകൾക്ക് പുറത്ത് ചാടിയ ആറ്റങ്ങളിൽ നിന്ന് പുറത്ത് ചാടിയ ഇലക്ട്രോണുകൾക്ക് ഒരു ഊർജ്ജം കിട്ടുകയും അവരെന്താണ് ചലിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഊർജ്ജം, എനർജിയാണ് കൊടുക്കുന്നത്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുന്നത് വോൾട്ട് എന്നുള്ള യൂണിറ്റിലാണ്. അപ്പോൾ 1 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്, ഒരു 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരണമെന്നുണ്ടെങ്കിൽ എത്രയാണ്, 1 കൂളംബ് ചാർജിനെ 1 ജൂൾ എനർജി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് 1 വോൾട്ട് എന്ന് വിളിക്കുന്നത്. എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഓഫ് 1 വോൾട്ട് ഈസ് ഈക്വൽ ടു 1 ജൂൾ ഓഫ് എനർജി ബീങ് യൂസ്ഡ് ബൈ 1 കൂളംബ് ഓഫ് ചാർജ് വെൻ ഇറ്റ്സ് ഫ്ലോ ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇൻ എ സർക്യൂട്ട്. 2 പോയിൻറ്റുകൾക്കിടയ്ക്ക് 1 കൂളംബ് ചാർജ് 1 ജൂൾ എനർജി ഉപയോഗിച്ച് എത്രത്തോളം നീങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ചലിക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറയുന്നതിനെയാണ് 1 വോൾട്ട് എന്നുള്ളത്. അടുത്തത് തന്നെ ഈ വോൾട്ടിൻ്റെ യൂണിറ്റായിട്ട് ഞാൻ പറഞ്ഞു, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചില ബാറ്ററിമേലൊക്കെ 3.5 വോൾട്ട് അല്ലെങ്കിൽ 1.5 വോൾട്ട് എന്നൊക്കെ ഉള്ളത് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ബാറ്ററികളാണ് ഇതേപോലെ സർക്യൂട്ടുകൾ, ഇലക്ട്രിക് സർക്യൂട്ടുകളിൽ കണക്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് സർക്യൂട്ടുകളുടെ ചിത്രം ഞാൻ ഇതിൽ കൊടുത്തില്ല. പക്ഷേ ഇലക്ട്രിക് സർക്യൂട്ട് എന്നുള്ളതിൽ ഇപ്പോൾ ഒരു ബാറ്ററിയും ഒരു വയറും അതിന് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബൾബും വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള, അതായത് ക്ലോസ്ഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഫുള്ള് കണക്ട് ചെയ്ത രീതിയിലുള്ളൊരു സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ ബാറ്ററിയാണ് എന്ത് ചെയ്യുന്നത്, ഈ വയറിനുള്ളിലെ ഇലക്ട്രോണുകളെ ചലിക്കാൻ വേണ്ടിയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കൊടുക്കുന്നത്. അപ്പോൾ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ കൊണ്ടാണ് കണ്ടക്ടറുകളിലുള്ള ഇലക്ട്രോണുകൾ ഒഴുകിയിട്ട് ബൾബിലൂടെ കടന്നു പോകുമ്പോൾ ആ കറണ്ട് കാരണം ബൾബ് എന്ത് ചെയ്യുന്നത്, ഗ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രകാശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള 1 വോൾട്ടിൻ്റെ ഡെഫിനിഷനാണ്. 1 വോൾട്ട് എന്നുള്ളത് 1 ജൂൾ പെർ സെക്കൻഡ് ആണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം, അല്ലെങ്കിൽ എന്താണ്, ഒരു കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവാഹം നടക്കുന്നുണ്ട് എങ്കിൽ ആ വൈദ്യുത പ്രവാഹത്തിന് എതിരെ വരുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ശക്തിയാണ്, ആ വൈദ്യുത പ്രവാഹത്തിന് തടസ്സം വരുന്നതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഓഫ് ദി ഓപ്പോസിഷൻ ഓഫ് കറണ്ട് ഫ്ലോ. കറണ്ട് ഫ്ലോയ്ക്ക് എതിരെ വരുന്ന, ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു അളവിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് എന്നുള്ളത് ബേസിക്കായിട്ട് ഓരോ മെറ്റീരിയലിൻ്റെ സ്വഭാവമാണ്. ഇപ്പോൾ നമ്മൾ പല മെറ്റീരിയൽസും വൈദ്യുതി കടത്തിവിടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ചില മെറ്റീരിയൽസ് അതിലെന്ത് ചെയ്യും, വൈദ്യുതി കടത്തിവിടുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഉണങ്ങിയ കമ്പ് എടുത്തുകൊണ്ട് അതിൽ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആ കമ്പിലൂടെ അല്ലെങ്കിൽ ആ ഒരു മരത്തടിയിലൂടെ എന്താവുന്നുണ്ടാവില്ല, ഇലക്ട്രോണുകൾ ചലിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിലൂടെ കണ്ടക്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഇലക്ട്രോണുകൾ കണ്ടക്ട് ചെയ്യില്ല എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, കമ്പ് അല്ലെങ്കിൽ മരത്തടി എന്നുള്ളത്, ഉണങ്ങിയ മരക്കമ്പ് എന്നുള്ളത് കൂടുതൽ റെസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. കൂടുതൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഒഴുകുന്നതിനെ പ്രതിരോധിച്ച് അവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാ വസ്തുക്കളിലും ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല കറണ്ട് ഒഴുകുന്നത്. വസ്തുക്കളുടെ സ്വഭാവം അനുസരിച്ച് തന്നെ കറണ്ടിൻ്റെ ഒഴുക്കിന് മാറ്റം വരും. അപ്പോൾ ഇപ്പോൾ തന്നെ ഡ്രൈ വുഡ്, ഫൈബർ അങ്ങനെയുള്ള ഓരോ ഉപകരണങ്ങളൊക്കെ ഇതുപോലെ ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. അതായത് കറണ്ട് ഫ്ലോനെ നല്ലോണം ഒപ്പോസ് ചെയ്യുന്ന, തടസ്സപ്പെടുത്തുന്ന മെറ്റീരിയലുകളാണ്, വസ്തുക്കളാണ്. പക്ഷെ നേരെ മറിച്ച് മെറ്റൽ എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ, അതുപോലെ തന്നെ ഗ്രാഫൈറ്റ്, കാർബൺ അങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ എന്താണ്,
ഒരു പരിധി വരെ ഈസി ആയിട്ട് ഇലക്ട്രോണുകളെ ചലിപ്പിക്കാൻ സഹായിക്കുന്നതാണ്, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഈസി ആയിട്ട് നടക്കാൻ സഹായിക്കുന്നവരാണ്. അപ്പോൾ റെസിസ്റ്റൻസ് എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഒരു വസ്തുവിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഒരു സ്വഭാവമാണ്. വൈദ്യുതിനെ കറണ്ട് ഫ്ലോയ്ക്കെതിരെ വരുന്ന ഒരു ഒപ്പോസിഷനാണ്, അല്ലെങ്കിൽ ഒരു തടസ്സമാണ് എന്തെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി റെസിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നല്ല. റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം എന്നാണ്. അതിൻ്റെ ചിഹ്നമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതിനെ വായിക്കുന്ന ഒമേഗ എന്നാണ് വായിക്കുക. പക്ഷെ നമ്മൾ പറയുന്ന സമയത്ത് ഓം എന്ന് പറഞ്ഞാൽ മതി. കാരണം യൂണിറ്റ് ആയിട്ട് പറയുന്ന സമയത്ത് ഇപ്പോൾ 2 ഓം അല്ലെങ്കിൽ 10 ഓം എന്നൊക്കെയാണ് പറയാറുള്ളത്. ഇനി ഒരു കണ്ടക്ടറിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മെറ്റൽ വയർ എടുക്കുകയാണെങ്കിൽ, ഒരു മെറ്റൽ വയറുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക മെറ്റലുകളും വൈദ്യുതി കടത്തിവിടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കോപ്പറിൻ്റെ വയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വയർ അതിൻ്റെ അളവുകളനുസരിച്ച്, അതായത് ഡയമെൻഷൻ അനുസരിച്ച് കറണ്ട് കടത്തിവിടുന്നതിൽ വ്യത്യാസം കാണിക്കും. അതുമാത്രമല്ല, ഓരോ വയറിൻ്റെ മാറുന്നതിനനുസരിച്ചും, അതായത് ഇപ്പോൾ കോപ്പറാണോ അലുമിനിയം ആണോ ഇരുമ്പാണോ അങ്ങനെയുള്ളത്, ഓരോ വയറുകൾ മാറുന്നതിനനുസരിച്ചും എന്ത് മാറും, അതിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം മാറ്റം വരും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു കണ്ടക്ടർ, ഒരു ചാലകം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പാതകമാകുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ആ കണ്ടക്ടറിൻ്റെ നീളമാണ് എൽ എന്നുള്ള ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഇപ്പോൾ നമ്മൾ 1 മീറ്റർ വയർ എടുക്കുന്നതും 2 മീറ്റർ വയർ എടുക്കുന്നതും റെസിസ്റ്റൻസിന്, ഒരേ വയർ തന്നെ 1 മീറ്ററും 2 മീറ്ററും എടുക്കുന്നതിന് എന്താണ്, അവ തീർക്കുന്ന റെസിസ്റ്റൻസിന് ബാധകമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു PVC പൈപ്പിൻ്റെ ഒരു എന്താണ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോള് വരുന്ന ഭാഗം, ആ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പല അളവിലുള്ളത് കിട്ടും. ഇപ്പോൾ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് അങ്ങനെയുള്ള ഓരോ അളവിൽ കിട്ടും. അതുപോലെ തന്നെ കണ്ടക്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വയറിനും ഇതുപോലത്തെ ക്രോസ് സെക്ഷനുകളുണ്ട്. 5 mm, 0.75 mm, 0.75 mm അങ്ങനെയാണ് അതിൻ്റെ ക്രോസ് സെക്ഷനുകൾ വരുന്നത്. 1.5 mm ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ക്രോസ് സെക്ഷനാണ്. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പേസ്, അതിലൂടെ ഒരു സിലിണ്ടർ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അതിലൂടെ കറണ്ട് പോകാൻ എടുക്കുന്ന സ്പേസ്, ആ സ്പേസ് എത്രത്തോളം ഉണ്ടോ അതിനെയാണ് ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ A എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെറ്റീരിയലിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അത് എങ്ങനെയാണ് അതിനുള്ളിൽ പാക്ക് ചെയ്തിട്ടുള്ളത്, ഓരോ വസ്തുക്കളും ഓരോ രീതിയിലാണ് അടുക്കി വെച്ചിട്ടുള്ളത്. അതിലുള്ള ഓരോ ആറ്റംസും അടുക്കി വെച്ചിട്ടുള്ള ഓരോ രീതിക്കായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് റെസിസ്റ്റിവിറ്റി എന്നുള്ള ഒരു ഘടകം മാറും. അപ്പോൾ ഈ 3 വാല്യൂ അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് റെസിസ്റ്റൻസ്, ഇപ്പോൾ നമുക്കൊരു വയറിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് പറയാൻ പറ്റുക, R എന്നുള്ള റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ρl/A എന്നുള്ള സമവാക്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി, ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ കണ്ടക്ടറിൻ്റെ ലെങ്ത് ആണ്, എത്ര നീളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ A എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയയുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന റെസിസ്റ്റൻസ്, ഈ പറയുന്ന റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം എന്നുള്ളതും കൂടിയാണെന്ന് ശ്രദ്ധിക്കുക. ഇനി റെസിസ്റ്റൻസ് എന്നുള്ള സ്വഭാവം അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി തരുന്ന ഉപകരണങ്ങളെയാണ് റെസിസ്റ്ററുകൾ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് സർക്യൂട്ടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് റെസിസ്റ്റർ എന്നുള്ളത്. അതായത് നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ കറണ്ടിനെ ഒഴുക്കിവിടാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ കറണ്ടിനെ തടസ്സപ്പെടുത്താൻ നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് റെസിസ്റ്റർ. അപ്പോൾ ഈ റെസിസ്റ്റർ സർക്യൂട്ടിന് കൊടുക്കുന്നത് ഒരു ബ്ലോക്കിംഗ് ആണ്. അല്ലെങ്കിൽ ബ്ലോക്കിംഗ് മീൻസ് കറണ്ടിന് പോകുന്നതിനുള്ള ബ്ലോക്കോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നതോ, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, കറണ്ടിനെ ഈസി ആയിട്ട് കടത്തിവിടുക. ഈ 2 കാര്യങ്ങൾക്കാണ് റെസിസ്റ്റർ ഒരു സർക്യൂട്ടിൽ വരുന്നത്. അപ്പോൾ ഇത് കൂടാതെ തന്നെ റെസിസ്റ്ററിൻ്റെ പ്രത്യേകത, റെസിസ്റ്ററിലൂടെ കറണ്ട് പോകുന്നുണ്ട്. ഏതൊരു സർക്യൂട്ടിലൂടെയും വൈദ്യുതി ഒഴുകുന്ന സമയത്ത് അവിടെ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടായി. ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു താപോർജ്ജം, ഹീറ്റ് എനർജി റിലീസ് ചെയ്യും.
അപ്പോൾ ഇപ്പോൾ നമ്മൾ 1 മീറ്റർ വയറിൽ ഒരു 10 മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് നേരമൊക്കെ കറണ്ട് കടത്തി വിട്ടാൽ അതിലൊരു എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഓഫ് താപം, ഒരു താപത്തിൻ്റെ അളവ് അവിടെ ഉണ്ടാവുന്നുണ്ടായിരിക്കും, റിലീസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ആ വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ്. എത്രത്തോളമാണോ ആ വയറിന് റെസിസ്റ്റൻസ് ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ത് പറയുന്നത് ഈ ഒരു ഹീറ്റ് എഫക്റ്റ് നിലനിൽക്കുന്നത്. അപ്പോൾ ഹീറ്റ് എഫക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എച്ച് എന്നുള്ള ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണോ അതിലൂടെ കടത്തിവിടുന്ന കറണ്ട് ഐ അതിൻ്റെ സ്ക്വയർ ഇൻറ്റു എത്രയാണ് റെസിസ്റ്റൻസ്, ആ വയറിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് ഇൻറ്റു എത്രത്തോളം സമയം എടുത്തിട്ടാണ് ഇത് കടത്തിവിടുന്നത് ടി എന്നുള്ള എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നുള്ള ഇക്വേഷനാണ് വരുന്നത്. ഇനി ഈ റെസിസ്റ്ററുകളുടെ പേര് അല്ലെങ്കിൽ എത്രത്തോളം അളവ് റെസിസ്റ്റൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്, റെസിസ്റ്റർ എന്നുള്ള ഉപകരണം അതായത് ഇലക്ട്രിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റിനെയാണ് നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങൾ റെസിസ്റ്റർ ഇതെന്ന് പറഞ്ഞാൽ കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സാണ്. അപ്പോൾ ഈ കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ റെസിസ്റ്റൻസിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക കളർ കോഡ് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം, ഓരോ റെസിസ്റ്ററിൻ്റെ മേലെയും ഓരോ പ്രത്യേകം കളർ കോഡുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കളർ കോഡുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് വരുന്നത്, അവരുടെ റെസിസ്റ്റൻസ് വാല്യൂ എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് റെസിസ്റ്ററുകൾ കളർ കോഡ് പേര് എഴുതുന്നത് 4 ബാൻഡ് കളറ് അല്ലെങ്കിൽ 5 ബാൻഡ് കളറ്, അതും അല്ലെങ്കിൽ 6 ബാൻഡ് കളർ, ഈ 3 രീതിയിലാണ് എഴുതുന്നത്. മിക്ക കേസുകളും 4 ബാൻഡ് കളറായിരിക്കും. 4 ബാൻഡ് 5 ബാൻഡ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഓരോ കളറുകൾക്ക് ഓരോ നമ്പറുകളാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ചാർട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ ആ നമ്പറുകൾ എങ്ങനെയാണോ എഴുതുന്നത് ആ എഴുതുന്ന രീതി ഒരു ഓർഡറിലാണ് ഈ കളർ കോഡുകളെ നമ്മൾ നമ്പർ എത്ര അളവ് എന്നുള്ളതിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓരോ റെസിസ്റ്ററിനും കളർ കോഡുകൾ വരുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റർ വാല്യൂ വ്യത്യാസം വരും. അതായത് റെസിസ്റ്റർ വാല്യൂ എത്രയാണോ അതിൻ്റെ അളവിനെയാണ് കളർ കോഡുകളായിട്ട് അതിൻ്റെ മുകളിൽ തന്നെ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ ആദ്യത്തെ റെസിസ്റ്റൻസ് 4 ബാൻഡുകളായിട്ട് കാണുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 25 കിലോ ഓം എന്ന്, കെ എന്ന് പറഞ്ഞാൽ കിലോ ആണ്, കിലോ ഓം എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ±5% എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് തന്നിട്ടുള്ളത് എന്താ, റെഡ്, ഗ്രീന്, ഓറഞ്ച്, ഈ 3 കളറുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം 3 കളറുകൾ തന്നു കഴിഞ്ഞാൽ ഈ 4 ബാൻഡ് കളറാണെന്നുണ്ടെങ്കിൽ ആദ്യം 3 കളറുകളാണ് അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് പറയുന്നത്. 4ാമത്തെ കളറ് അതിൻ്റെ ടോളറൻസ് എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ഏറ്റക്കുറച്ചിലുകൾ ആ ഒരു വാല്യൂവിന് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ 4 ബാൻഡ് കളറിൽ റെഡ്, ഗ്രീൻ, ഓറഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കളർ കോഡിനും ഓരോ ഡിജിറ്റുകളായിട്ടാണ് പറയുന്നത്. ആദ്യത്തെ 4 ബാൻഡുള്ള കളർ കോഡാണെങ്കിൽ ആദ്യത്തെയും രണ്ടാമത്തെയും ഡിജിറ്റുകളായിരിക്കും. പിന്നെ അതിനുശേഷം വരുന്നത് മൾട്ടിപ്ലയർ ആയിരിക്കും. അങ്ങനെയാണ് അതിനെ എഴുതുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ റെഡ്, ഗ്രീൻ എന്നുള്ളത് റെഡിൻ്റെ കളർ, ഫസ്റ്റ് ഡിജിറ്റ് റെഡിൻ്റെ കളർ 2 ആണ്. റെഡിൻ്റെ നമ്പർ 2 ആണ്. അപ്പോൾ 2, പിന്നെ രണ്ടാമത്തെ ഡിജിറ്റായിട്ട് ഗ്രീനാണ് വന്നിട്ടുള്ളത്. ഗ്രീനിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ 5. അപ്പോൾ 2, 5, 25 എന്നുള്ള വാല്യൂ അവിടെ വന്നു. ഇനി മൂന്നാമത്തെ കളർ തരുന്നത് മൾട്ടിപ്ലയറിനെയാണ്. മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റു മൂന്നാമത്തെ കളർ തന്നു കഴിഞ്ഞാൽ ഇൻറ്റു 1000 അല്ലെങ്കിൽ 10000 അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കളർ അനുസരിച്ചിട്ടാണ് 1000, 10000 എത്രയാണെന്നുള്ളത് വരുന്നത്. ഇവിടെ 1000 മീൻസ് എന്താണ് ഓറഞ്ച് തന്നിട്ടുള്ളത്. ഓറഞ്ചിൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം 1K എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 25 × 1K റെസിസ്റ്റൻസ് ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അതിൻ്റെ കൂടെ ഈ ഗോൾഡ് കളറാണ് ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോൾഡ് കളറിൻ്റെ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് കളർ കോഡ് ഉപയോഗിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി നമുക്ക് ഒരു കാര്യം കൂടിയാണ് ഇതിൽ പറയാനുള്ളത്, റെസിസ്റ്റൻസും ടെമ്പറേച്ചറും. എങ്ങനെയാണ് ഒരു കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ മാറുന്നത്?
ഏതൊരു വസ്തുവാണെങ്കിലും ടെമ്പറേച്ചറിന് അടിസ്ഥാനത്തിൽ റെസിസ്റ്റൻസിൽ മാറ്റം വരും. അപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടക്ടറുകളാണ്, വൈദ്യുതി കണ്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് കൂടാണ്ട് ഇൻസുലേറ്റർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, അതായത് വൈദ്യുതി തീരെ കടത്തി വിടാത്ത ആൾക്കാർ. പിന്നെ സെമി കണ്ടക്ടർ വിഭാഗം ആൾക്കാരുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ചില പ്രത്യേക രീതികളിൽ മാത്രം വൈദ്യുതി കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ കടത്തിവിടും. ചില സമയങ്ങളിൽ അതെന്ത് ചെയ്യും, വൈദ്യുതിനെ ബ്ലോക്ക് ചെയ്യും, ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ സാധാരണ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ എന്നുള്ളത് റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനനുസരിച്ച്, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ താപനിലയിനനുസരിച്ച് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ, ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസും കൂടി വരും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫ്രീ ഇലക്ട്രോണുകൾ നോർമൽ ടെമ്പറേച്ചറിൽ എന്ന് പറഞ്ഞാൽ അവർ ഫ്രീ ഇലക്ട്രോണുകളാണ് വാലൻസ് ആയിട്ട് വരുന്നത്, അതായത് ആറ്റങ്ങളിൽ നിന്ന് പുറത്ത് ചാടിയിട്ടേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ അവർക്ക് കൂടുതലായിട്ട് താപനില കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ ആ ഇലക്ട്രോണുകൾക്ക് പിന്നെയും, അല്ലെങ്കിൽ ആ വസ്തു നമ്മൾ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോണുകൾ ആ ഹീറ്റ് എനർജി നമ്മൾ കൊടുക്കുന്ന ചൂട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അവർ കൂടുതലായിട്ട് ചലിക്കാൻ തുടങ്ങും, അതായത് റാൻഡം മോഷൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ റാൻഡം മോഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിന് ഇടയിലൂടെ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, എല്ലാ ഇലക്ട്രോണുകളും എന്തിൽ പങ്കെടുക്കുന്നില്ല, ഇലക്ട്രിക് ഫ്ലോയിലേക്ക് പങ്കെടുക്കുന്നില്ല. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന ആ പ്രതിഭാസത്തിൽ അവർ പങ്കെടുക്കുന്നില്ല. അപ്പോൾ തന്നെ ഇലക്ട്രോണുകളുടെ അളവ് അല്ലെങ്കിൽ ചാർജുകളുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കറണ്ടിൻ്റെ അളവ് കുറയും. കറണ്ടിൻ്റെ അളവ് കുറയാന്ന് ഉദ്ദേശിക്കുന്നത് ആ വസ്തുവിൽ കൂടുതൽ പ്രതിരോധം തീർത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എത്രത്തോളം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് റെസിസ്റ്റൻസും ഇൻക്രീസ് ആയിട്ട് വരും. അത് ഇപ്പോൾ നമ്മളൊരു ടെമ്പറേച്ചർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു വയറിലോ എന്തിലെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, അത് കാണാനുള്ള പുതിയ ടെമ്പറേച്ചർ ചേഞ്ച് കാരണം പുതിയ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് R=R0 × 1 + α ΔT എന്ന് പറയുന്നത്. ഇതിൽ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. അത് ഓരോ വസ്തുക്കൾക്കും ഓരോന്നായിരിക്കും. ഇപ്പോൾ കോപ്പർ വയർ ആണെന്നുണ്ടെങ്കിൽ കോപ്പർ വയറിന് ഒരു ആൽഫ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ അതുപോലെ ΔT എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 40 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് മാറിയെങ്കിൽ, അപ്പോൾ ആ ടെമ്പറേച്ചർ വ്യത്യാസമാണ് ΔT എന്ന് പറയുന്നത്. അപ്പോൾ 40 - 25 എന്നുള്ള ആ വ്യത്യാസമാണ് ΔT ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി R എന്നുള്ളത് നമ്മൾ പുതിയതായിട്ട് കാണാൻ പോകുന്ന റെസിസ്റ്റൻസും, RO എന്നുള്ളത്, R0 എന്നുള്ളത് ആദ്യം എത്രയായിരുന്നു, 25 ഡിഗ്രി സെൽഷ്യസ് സമയത്ത് എത്രയായിരുന്നു റെസിസ്റ്റൻസ് എന്നുള്ളതിൻ്റെ അളവ് കൂടിയാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കൂടുതൽ ചെയ്യാം. ഇക്വേഷനും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നോട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടി വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ കണ്ടക്ടറിൻ്റെ ഗ്രാഫ് ഇലക്ട്രോൺസ് ഫ്ലോയിൽ അല്ലെ ടെമ്പറേച്ചർ കൊടുക്കുന്നതിൽ എങ്ങനെയാണ് ഈ കണ്ടക്ടറും സെമി കണ്ടക്ടറും കണ്ടക്ടർ അല്ലാത്തതും ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ കണ്ടക്ടർ ആയതിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, റെസിസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പോലെയാണ്. റെസിസ്റ്റൻസ് അല്ല, റെസിസ്റ്റിവിറ്റീൻ്റെ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പോൾ റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും ഒരേപോലെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ റെസിസ്റ്റിവിറ്റീൻ്റെ ഗ്രാഫ് തന്നിട്ടുള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇനി സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ മാത്രം കണ്ടക്ട് ചെയ്യുകയും ചില സമയങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറഞ്ഞാണ് വരുന്നത്. താങ്ക് യു.